Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക കൊണ്ടുള്ള പാൻകേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പാൻകേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സീഡ്സ് ആൻഡ് നട്ട്സ് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയതിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചക്ക ഇതുപോലെ ക്യൂബ്സായി മുറിച്ചതിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്ത ചക്കക്ക് കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ഞാൻ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചക്കയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പാൻകേക്കിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി പാൻകേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പ്, 5 ചോളം ചക്ക അരച്ചത്, ആവശ്യത്തിന് വെള്ളം. ഞാനിവിടെ 1/2 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാൻകേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഇനി ഈ ബാറ്റർ യൂസ് ചെയ്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 1 തവി ബാറ്റർ ഒഴിച്ച് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ദോശ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. പിന്നെ ഇതുവരെയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കാനും മറക്കില്ലേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായി മാക്സിമം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.